പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ദൂതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് 13 നോയമ്പ്. ഇന്നലെ ആ 13 ശ്ലീഹന്മാരെ കുറിച്ച് ഞാൻ ഏതൊക്കെ ദിവസം ആരെ ധ്യാനിച്ച് നമ്മൾ ഈ നോമ്പ് നോക്കുന്നു എന്നുള്ളത് പറഞ്ഞു. അതിൽ ഇന്നലെ അന്ത്രയോസ് ശ്ലീഹായുടെ കാര്യവും എടുത്ത് പറഞ്ഞിരുന്നു. ഇന്ന് പറയുവാനുള്ളത് ജൂൺ 17 രണ്ടാമത്തെ ദിവസം, വിശുദ്ധ നഥാനിയേൽ ബർത്തലുമായി. നഥാനിയേൽ ദൈവത്തിൻ്റെ ദാനം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. തുൽമായുടെ പുത്രനായിരുന്നു. അപ്പോസ്തലന്മാരുടെ പേരുകൾ പ്രസ്താവിക്കുന്നിടത്തെല്ലാം ഈ ശ്ലീഹായുടെ പേര് വരുന്നുണ്ട്. ഫിലിപ്പോസിന്റെ പേരിനോട് ചേർന്നാണ് ഈ പേര് വന്നിരിക്കുന്നത്. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 4 വരെയും, മർക്കോസ് എവൻഗേലിസ്റ്റായുടെ സുവിശേഷം 3:13 മുതൽ 19 വരെയും, ലൂക്കോസ് എവൻഗേലിസ്റ്റായുടെ രക്ഷാസുവിശേഷം 6:12 മുതൽ 16 വരെയും, യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 45-ലും ഈ ശ്ലീഹായെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കാപട്യമില്ലാത്ത സാക്ഷാൽ ഇസ്രായേലിൻ എന്ന സാക്ഷ്യവും യേശുവിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. കാപട്യത്തിന്റെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് അദ്ദേഹം ഒരു നല്ല മാതൃകയുടെ ഉദാഹരണമാണ്. യേശു അവനോട് പറയുന്നു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ അവനെ കണ്ടു എന്ന്. ബർത്തലുമായുടെ രക്തസാക്ഷിത്വം എന്ന പുരാതന രേഖയിൽ അദ്ദേഹം ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നു. ഈ ഇന്ത്യക്ക് 3 ഭാഗങ്ങൾ ഉള്ളതായി അതിൽ പറയുന്നു. എത്യോപ്യ, അതിന് കിഴക്ക് മേത്യ, ഏറ്റവും പൂർവ്വഭാഗത്ത് സമുദ്രത്തിന്റെ അതിരുകൾ എത്തുന്ന ഇന്ത്യ. അദ്ദേഹം ഫിലിപ്പോസിനോടൊപ്പം പ്രവർത്തിച്ചതായും ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഒരിക്കൽ ഫിലിപ്പോസിനോടൊപ്പം കഴിവിൽ ഏറ്റിയെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. പിന്നീട് അദ്ദേഹത്തെ വിഗ്രഹാരാധികൾ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കുറ്റങ്ങൾ ചുമത്തുകയും വളരെയധികം പീഡിപ്പിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് മതിയാവാതെ അദ്ദേഹത്തെ വെട്ടിക്കൊന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു ചരിത്രത്തിൽ പറയുന്നത് ബർത്തലുമായി ജീവനോടെ തോലുരിക്കപ്പെട്ട ശേഷം തലകീഴായി ക്രൂശിക്കപ്പെട്ടു എന്ന് ആണ്. ജൂൺ 18 3-ാമത്തെ ദിവസം, വലിയ യാക്കോബ്, അതായത് സബദിപുത്രൻ, പത്രോസിനോടൊപ്പം യേശു ക്രിസ്തുവിന്റെ ശിഷ്യഗണത്തിൽ അകവർത്തിയിൽപ്പെട്ടവനായിരുന്നു. സബദിയുടെയും ശലോമി, അതായത് ഷോലൂമിന്റെയും മകൻ ആയിരുന്നു. ഇടിമക്കൾ എന്ന് അറിയപ്പെട്ടിരുന്നു. ഇടിമക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രീക്ക് വേർഡ് പോനാർഗസ് എന്നാണ്. സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. പരമാർത്ഥ മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അനീതിയുടെ നേരെ ഇടിമിന്നലിന്റെ സ്വഭാവം കാട്ടുവാൻ പ്രേരണ ഉണ്ടായിരുന്നുവെന്ന് ലൂക്കോസ് എവൻഗേലിസ്റ്റായുടെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം 54 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പെന്തക്കോസ്തിയിൽ പരിശുദ്ധാത്മ പ്രാപ്തിയെ തുടർന്ന് വിശുദ്ധ യാക്കോബ് സുവിശേഷ വേലയിൽ വ്യാപൃതനായി. അദ്ദേഹം യഹൂദ്യ, സമരിയ, സ്പെയിൻ എന്നിവിടങ്ങളിൽ എതിർപ്പുകളെ എല്ലാം അവഗണിച്ച് ധൈര്യമായി പ്രവർത്തിച്ചു. അങ്ങനെ അപ്പോസ്തലന്മാരിൽ ആദ്യ രക്തസാക്ഷിയാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹേരോദാവ് അദ്ദേഹത്തെ വാൾ കൊണ്ട് വെട്ടി കൊല്ലിക്കുകയാണ് ചെയ്തത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായത്തിൽ നോക്കിയാൽ ഈ കാര്യം എഴുതിയിരിക്കുന്നു. വിശുദ്ധ യാക്കോബിന്റെ തിരുശേഷിപ്പുകൾ സ്പെയിനിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. സ്പെയിനിന്റെ പ്രത്യേക മധ്യസ്ഥനായി ഇന്നും ഈ യാക്കോബ് ശ്ലീഹായെ കരുതുന്നു. ജൂൺ 19 ശ്ലീഹാ നോമ്പിന്റെ 4-ാം ദിവസം, വിശുദ്ധ ചെറിയ യാക്കോബ്, അൽഫായുടെ മകൻ. മത്തായി ശ്ലീഹായും ഈ യാക്കോബ് ശ്ലീഹായും സഹോദരങ്ങളായിരിക്കണം. അതിന് 2 വേദവാക്യങ്ങളുണ്ട്. ഒന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യവും, മർക്കോസ് എവൻഗേലിസ്റ്റായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യവും. വേദപുസ്തകത്തിൽ ശ്ലീഹന്മാരുടെ പട്ടികയിൽ മാത്രം കാണുന്ന ഈ യാക്കോബും മത്തായിയെ പോലെ ചുങ്കപ്പിരിവുകാരനായിരുന്നിരിക്കണം. പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് വിശുദ്ധ യാക്കോബ് ഈജിപ്തിന്റെയും അറേബ്യയുടെയും പേർഷ്യയുടെയും ചില ഭാഗങ്ങളിൽ സുവിശേഷം അറിയിച്ചു എന്നാണ്. ഈ യാക്കോബ്
സ്ലീഹായാണ് യാക്കോബിന്റെ ലേഖനം എഴുതിയത്. AD 45-നും 50-നും ഇടയിൽ ആയിരിക്കണം ഇത് എഴുതിയതെന്ന് വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പുതിയ നിയമത്തിലെ 20-ാമത്തേതും സാർവത്രിക ലേഖനങ്ങളിൽ ആദ്യത്തേതും ആണത്രേ ഈ ലേഖനം. ഈ ലേഖനത്തിന്റെ രചയിതാവ് കർത്താവിന്റെ സഹോദരനും യെരുശലേമിലെ 1-ാമത്തെ പ്രധാന ആചാര്യനും യെരുശലേം സുനഹദോസിന്റെ അധ്യക്ഷനും ആയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ കുർബാന തക്സ ചമച്ചവനും ആണ് വിശുദ്ധ യാക്കോബ് സ്ലീഹ. വിശുദ്ധ മത്തായി സ്ലീഹായുടെ രക്ഷാസുവിശേഷം 13-ാം അധ്യായം 55-ലും, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ലും, ഗലാത്യർ 1-19-ലും, അപ്പോസ്തല പ്രവൃത്തികൾ 12-13-15 എന്നീ വാക്യങ്ങളും നോക്കുമ്പോൾ യാക്കോബ് സ്ലീഹ കർത്താവിന്റെ സഹോദരനാണ് എന്ന് സമർത്ഥിക്കപ്പെടുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശുദ്ധീകരിക്കപ്പെട്ടവൻ, വേർതിരിക്കപ്പെട്ടവൻ, വീഞ്ഞും മാംസവും ഉപയോഗിക്കാത്തവൻ, ക്ഷൗരം ചെയ്യാത്തവൻ, നിഷ്ഠയായ അനുഷ്ഠാനങ്ങളുള്ളവൻ, പുണ്യവാളൻ എന്ന് ജീവിതകാലത്ത് തന്നെ വിളിക്കപ്പെട്ടവൻ, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ യാക്കോബ് ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 3-5 വാക്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നു. എന്നാൽ കർത്താവിന്റെ ഉദ്ധാനത്തിന് ശേഷവും യാക്കോബിന് പ്രത്യക്ഷനാവുകയും അപ്പോസ്തല പ്രവൃത്തികൾ 15-7 പറയുന്നുണ്ട്. അദ്ദേഹം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അതേ തുടർന്ന് കർത്താവ് പറഞ്ഞു കൊടുത്തതായ പ്രകാരം തക്സ എഴുതുകയും ആദ്യമായി സെഹ്യോൻ മാളികയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തതായി ചരിത്രം പഠിപ്പിക്കുന്നു. ബെത്നൻ ദസ്റൂഗിൽ വെച്ച് വിശുദ്ധ യാക്കോബ് കുരിശിൽ തറയ്ക്കപ്പെട്ടു രക്തസാക്ഷിയായി എന്ന് വിശ്വസിക്കുന്നു. നാളെ 20 ജൂൺ സ്ലീഹാ നോമ്പിന്റെ 5-ാമത്തെ ദിവസം വിശുദ്ധ യോഹന്നാൻ സ്ലീഹായെക്കുറിച്ച് നമുക്ക് അതിൽ ധ്യാനിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 13 നോമ്പ് വളരെ വിശ്വാസത്തോടുകൂടി നോക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ നമുക്ക് ഈ നോമ്പ് വളരെ വിശുദ്ധിയോടുകൂടി നോക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.